ഹലോ, എല്ലാവർക്കും വോയിസ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചൂലുണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിവെച്ചില്ലേ, ഇതൊറ്റ ദിവസത്തെ വീഡിയോ തന്നെയായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ചീകി എടുക്കുവാണ് കേട്ടോ. നമ്മുടെ ചൂട്ടെല്ലാം ഒന്ന് ചീകി ഈർക്കിൽ മാത്രമായിട്ട് ഒന്ന് എടുക്കുവാണേ. സത്യം പറഞ്ഞാൽ നല്ലൊരു ചൂലില്ല, കാരണം ചൂട്ടങ്ങനെ വീണ് കിട്ടണമെന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചൂലിനുള്ളത് ഇവിടെ ചീകി എടുത്തിട്ടുണ്ട്, ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, അത് അടുത്ത ദിവസം ചീകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്പ്രൈറ്റിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുപ്പിയുടെ ഇങ്ങനെ ഒരു കാല് പോലെയുള്ള വശമല്ലേ, അതൊന്ന് നമുക്ക് ജസ്റ്റ് കണ്ടിച്ച് കളയാം കേട്ടോ. ഞാനിങ്ങനെ ഒരു ചൂലുണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 വർഷമായിട്ടോ. ഇങ്ങനെ ഒരു ചൂലുണ്ടാക്കി തുടങ്ങിയ പിന്നെ ശരിക്കും ഇതുകൊണ്ട് എനിക്കൊരു പ്രത്യേക ഒരു സുഖം അങ്ങനെ തന്നെ പറയാവേ. എന്നാന്നറിയത്തില്ല കേട്ടോ, അടിച്ചാൽ നന്നായിട്ട് പോകുകയും ചെയ്യും, നല്ല നീളവും ഉണ്ട്, നമുക്കൊരു കൈക്കൊരു ഇണക്കം, അങ്ങനെയൊക്കെ പറയാവുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയെല്ലാം കണ്ടിച്ചെടുത്തു. ഇതിൻ്റെ നടുക്കൊന്നും വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ. പക്ഷേ നമുക്കത് കത്തിക്ക് കളയാൻ പറ്റില്ലേ, നമ്മളൊരു കമ്പിയോ എന്തെങ്കിലുമൊക്കെ പഴിപ്പിച്ചിട്ടൊക്കെ ആണെങ്കിൽ കളയാൻ എളുപ്പമാണ് കേട്ടോ. ഇനി ഈ ഓരോ ഹോളിക്കോടെയും നമുക്ക് ഇങ്ങനെ ഈർക്കിൽ ഇറക്കി വിട്ടാൽ മതി കേട്ടോ. എളുപ്പമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചൂട്ടൊന്ന് ചീകി എടുക്കണ ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. ചൂലുണ്ടാക്കാൻ ഒരു താമസമില്ല. നല്ല ടൈറ്റ് ചെയ്തങ്ങ് വെച്ച് കൊടുത്താൽ മതി. സാധാ ഒരു ചൂലുണ്ടാക്കുന്ന അത്ര ഈർക്കിലൊക്കെ മതി കേട്ടോ, അതിൽ കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് ആദ്യം വെക്കുമ്പോൾ നമ്മളൊന്ന് സ്റ്റഡി ആയിട്ട് ആദ്യം വെക്കുമ്പോൾ എളുപ്പമാണ് കേട്ടോ. പിന്നെ വെക്കുമ്പോൾ നമുക്ക് 1, 2, 3 അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിത് വെക്കണം. അപ്പം ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇങ്ങനെ ഓരോന്ന് നമ്മൾ നമ്മുടെ കുപ്പിയിൽ ആ ഹോളിക്കോടെ ഇറക്കി വിടുവാണ് കേട്ടോ. താഴെ ആ കുപ്പിയുടെ അടപ്പില്ലേ, അവിടം വരെ മുട്ടിച്ചാണ് ഞാനിപ്പോൾ വെക്കുന്നത്. എന്നിട്ട് നമ്മളിത് പുറകോട്ടൊന്ന് വലിച്ചെടുക്കും കേട്ടോ. അപ്പം അന്നേരം നമുക്ക് ഇത്തിരി കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പം ഇങ്ങനെ എല്ലാം ഒന്ന് ഇറക്കി വിട്ട് റെഡിയാക്കി എടുക്കാവേ. ഒരു ചൂലിനും കൂടെ അടുത്തിരിക്കുന്ന ചൂട്ട് തികയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പിന്നത്തേക്ക് ആക്കാം. ഇനി ഒരു മടലും കൂടെ വീണ് കിട്ടുവാണെങ്കിൽ, നല്ലൊരു മടലും കൂടെ വീണ് കിട്ടുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ സ്റ്റാൻഡ് വെച്ചെടുക്കുന്നതുകൊണ്ടാണ് വിഷ്വൽ ക്ലിയർ ആവാത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഇറക്കി വെച്ചേക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ ടൈറ്റ് ചെയ്ത് തന്നെ അങ്ങ് വെക്കുക കേട്ടോ. അത്യാവശ്യം നമുക്ക് എത്രമാത്രം ഈർക്കിലി ആ ഓരോ ചെറിയ ഹോളിക്കൂടെയും ഇടാൻ പറ്റുമോ അത്രയും നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പം അത്രയും നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ഇരിക്കുക കേട്ടോ. നമ്മൾ എന്നിട്ട് ഇതൊന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പം ചൂടാക്കി ടൈറ്റ് ചെയ്ത് വരുന്നതിനേക്കാളും നമ്മളിതുപോലെ നല്ല രീതിയിൽ ഈർക്കിലി ഇറക്കി വിട്ട് എത്രമാത്രം ഈർക്കിലി അതിൻ്റെ അകത്ത് കൊള്ളിക്കാവോ അത്രയും കൊള്ളിച്ചെടുക്കുക കേട്ടോ. കുറേ നാളടിക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ടൈലിൻ്റെ ഇട്ട് അടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തേഞ്ഞ് തീരുന്നുണ്ട്. മണ്ണാണെങ്കിൽ അത്രയും പെട്ടെന്ന് തേയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ടൈലിലാകുമ്പോൾ പെട്ടെന്ന് തേയ്മാനം കൂടുതൽ വരുന്നുണ്ട്. ഇത് കൂട്ടി ഒരു 2-3 ചൂല് ഒരു വർഷം 3 ചൂല് നമുക്ക് എന്തായാലും വേണം കേട്ടോ, അടിക്കാനും മാരാനും എല്ലാം കൂടെ ആയിട്ട്. പിന്നെ ഇതിങ്ങനെ ചെറുതായി കഴിയുമ്പം ഞങ്ങൾ അടുക്കള വശത്ത് കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ജസ്റ്റ് അടുപ്പിൻ്റെ ആ ഒരു അടുക്കളയുടെ സൈഡും ഒക്കെ അടിക്കാൻ വേണ്ടി, അടുപ്പിൻ്റെ അല്ല കേട്ടോ, പുറത്തൊരു ചെറിയൊരു അടുപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മഞ്ഞൾ പുഴുങ്ങുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് നമുക്ക് പുറത്ത് ചെറിയൊരു അടുപ്പ് ഒരു കല്ലും കൊണ്ടൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിറകൊക്കെ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പൊടി ചാടുന്നു, അതൊക്കെ അടിക്കാനൊക്കെ ആയിട്ട് ഇത് നീളം കുറഞ്ഞ് കഴിയുമ്പോൾ ഞാനും മമ്മി അങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയ പിന്നെ മമ്മി പറയട്ടെ എടി, ഇപ്പം ഞാനിത് ഉണ്ടാക്കിയപ്പോൾ മമ്മിയോട് ഞാൻ ചോദിച്ചു, മമ്മി കുപ്പിയിലിടണോ അതിന് നമുക്ക് വള്ളി വെച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിയാൽ മതിയെന്ന് ചോദിച്ചു. മമ്മി പറഞ്ഞു കുപ്പിയിലിട്ടാൽ മതിയടി, അതാണ് കാണാനൊരു അഴകാണ്, ചുമിറ്റും അടിക്കാനും ഒരു പ്രത്യേക രസമാണ് മമ്മി പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ പലരും യൂട്യൂബിൽ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും യൂട്യൂബിൽ കാണുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ, പക്ഷേ ഇങ്ങനെയല്ലായിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചൂട്ട് ചീമ്പിയ ഓലയെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നമ്മൾ റബ്ബർ ഷീറ്റ് പുകയ്ക്കുന്ന പുകപ്പുരയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് കത്തിക്കുവാണേ. അപ്പോൾ എന്നിട്ട് വേണം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ കുപ്പി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആ ഈർക്കിലിയിലേക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തങ്ങ് പിടിച്ച് മുറുകി അവിടെ ഇരുന്നോളൂ കേട്ടോ.
ഒന്ന് കത്തിച്ചെടുക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ റബ്ബർ വെട്ടുന്നില്ല, ഇവിടുത്തെ റബ്ബർ വെട്ടാൻ തുടങ്ങിയില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ റബ്ബർ വെട്ടിയേക്കുന്ന വീഡിയോ കാണിച്ച് അവിടെ എൻ്റെ വീട്ടിൽ ക്രിസ്മസിൻ്റെ അവധിക്ക് പോയപ്പോൾ എടുത്തതായിരുന്നേ. ഇതിപ്പോൾ ഇവിടെ അടിമാലിലാണ്. ഇപ്പോൾ നമുക്കിവിടെ റബ്ബർ വെട്ടി തുടങ്ങിയിട്ടില്ല, റബ്ബർ പയ്യെ തെളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇത് തീ ഇങ്ങനെ ആളി കത്തുന്നേ ഉള്ളൂ കേട്ടോ. അതായത് പെട്ടെന്ന് നമ്മൾ കാണിക്കണ്ട, കുറച്ച് നേരം ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുതേ, പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കാണിച്ച് എടുക്കുക, അത്രയും മതി കേട്ടോ. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങ് ഉരുകിയിട്ട് വിട്ടു പോകും, കുപ്പി തന്നെ മൊത്തത്തിൽ പുകപ്പെരുക്കി തീയിട്ട പോലെ ആയിപ്പോട്ടോ. കാരണം ചൂട്ടും ചോള ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടെ പെട്ടെന്നങ്ങ് ആളിക്കത്തി ഇതാ ഉണ്ടോ ഇങ്ങനെ ഒതുങ്ങി വരും. അപ്പോൾ നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചൊതുങ്ങാൻ പറ്റുന്ന രീതിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ചൂടും തണുപ്പിക്കാൻ വേണ്ടി വെള്ളത്തിലും കൂടെ ഒന്ന് മുക്കിയിട്ടുണ്ട്. ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ല, എനിക്ക് അതിനുള്ള ഇല്ലായിരുന്നു. കാരണം അത് ഈർക്കിൽ അത്രയും മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പാകത്തിനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ദാ നല്ലൊരു സുന്ദരമായിട്ടുള്ള ചൂല് റെഡിയാണ് കേട്ടോ. ഒത്തിരി മുറ്റമൊന്നും അടിക്കാനില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ശരിക്കും ഈ ഒരൊറ്റ ചൂല് മതി കേട്ടോ. പക്ഷേ ഈർക്കിൽ കിട്ടണം എന്നുള്ളതാണ് കുഴപ്പം. അപ്പം ഞാൻ എന്ത് ചെയ്യും, മുറ്റം അടിച്ച് നമ്മുടെ ഉദ്ഘാടനം കൂടെ നടത്തിയിട്ടുണ്ട്. കുറച്ച് കാറ്റൊക്കെ ആയിരുന്നുകൊണ്ട് കുറച്ചധികം കരികിൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മടലൊക്കെ വെട്ടതും ചൂട്ടൊക്കെ ചീമ്പിയതിൻ്റെയും ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് അടിച്ചു വാരി ഞാൻ ഉദ്ഘാടനം കൂടെ ഒന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം വേറൊരു വ്ളോഗിൽ കാണാവുന്നതാണ് കേട്ടോ.